കൃഷ്ണന്റെ ഏറ്റവും ഭയാനകമായ അവതാരത്തെക്കുറിച്ച് അറിയാമോ? കംസന്റെ കൊട്ടാരമുറ്റത്തൊരുക്കിയ മല്ലയുദ്ധകൾ ചോരക്കും വിജയത്തിനും വേണ്ടി ദാഹിച്ചു നിന്നു. മതമിളകിയ കുവലയാപീഠം എന്ന ആനയെയും മലപോലെയുള്ള ചാണൂരമുഷ്ടിമാരെയും വെറും കൈകൊണ്ട് തകർത്തെറിഞ്ഞ് ചോരപുരണ്ട വസ്ത്രങ്ങളുമായി കൃഷ്ണൻ കംസന്റെ സിംഹാസനത്തിന് മുന്നിലെത്തി. അതുവരെ കണ്ടിരുന്ന ഗോപാലകൃഷ്ണൻ അല്ലായിരുന്നു അന്നവിടെ നിന്നത്. അധർമ്മത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ വന്ന കംസാരി ആയിരുന്നു അത്. തന്റെ അന്ധകൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട കംസൻ വിരലോടെ വാളൂരി പെട്ടെന്ന് കൃഷ്ണന്റെ രൂപം മാറുന്നത് കംസൻ കണ്ടു. അമ്പാടിയിലെ പൈതലിന്റെ ലാളിത്യമല്ല, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങാൻ നിൽക്കുന്ന കാലാഗ്നിയായി ഭഗവാൻ ജ്വലിച്ചു. അഗ്നിജ്വാലകൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കോപാഗ്നിയായി പുറപ്പെട്ടു. ദിഗന്ധങ്ങൾ നടുങ്ങുന്ന അട്ടഹാസം. കൃഷ്ണൻ ഒന്ന് ഗർജിച്ചപ്പോൾ മധുരയിലെ കൊട്ടാരക്കെട്ടുകൾ വിറച്ചു. മൃത്യുവിന്റെ വേഗത കംസൻ വാളോങ്ങും മുൻപേ ഒരു മിന്നൽ പിണർ പോലെ കൃഷ്ണൻ സിംഹാസനത്തിന് മുകളിലേക്ക് കുതിച്ചു. കംസന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവനെ താഴേക്ക് വലിച്ചിട്ടു. ആകാശത്തു നിന്നും ഒരു ഇടിമിന്നൽ ഭൂമിയിൽ പതിച്ചതുപോലെയായിരുന്നു ആ വീഴ്ച. നിലത്തു വീണ കംസന്റെ നെഞ്ചിലേക്ക് ഭഗവാൻ ചാടി വീണു. കംസൻ കണ്ടത് തന്റെ പ്രാണൻ എടുക്കാൻ വന്നു സാക്ഷാൽ യമരാജന്റെ പോലും അധിപനെയാണ് അവിടെ കണ്ടത്. ഭഗവാന്റെ ഉഗ്രമായ ആ കൈകൾ കംസന്റെ കഴുത്തിൽ മുറുകി. തന്റെ സഹോദരിയുടെ മക്കളെ കൊന്നൊടുക്കിയ, ലോകത്തെ പീഡിപ്പിച്ച ആ അഹങ്കാരിയുടെ പ്രാണൻ നിമിഷങ്ങൾക്കുള്ളിൽ ഭഗവാന്റെ പാദങ്ങളിൽ ഒടുങ്ങി. കൊട്ടാരമുറ്റത്ത് നിശബ്ദത പടർന്നു. ചോരപുരണ്ട കൈകളുമായി ചിതറിവീണ മുടിയിഴകളുമായി നിൽക്കുന്നു. കംസാരിയെ കണ്ട് ജനങ്ങൾ ഭയഭക്തിയോടെ കൈകൂപ്പി. ആ രൂപം ഭയാനകമായിരുന്നു. എന്നാൽ ആ കണ്ണുകളിൽ ലോകത്തോടുള്ള കരുണയും നീതിയും ഉണ്ടായിരുന്നു.